ഞാറമ്മൂട് കൂട്ടക്കൊലപാതക കേസ് പ്രതി അഫാന്റെ ഉമ്മയോട് ഇളയ മകൻ മരിച്ച വിവരം അറിയിച്ചു. അപകടത്തിൽ അഫ്സാൻ മരിച്ചു എന്നാണ് അറിയിച്ചത്. പിതൃമാതാവ് സൽമാ ബീവിയെ കൊന്നത് മാലയ്ക്ക് വേണ്ടി എന്ന് അഫാൻ പോലീസിനോട് പറഞ്ഞു. പിതാവിന്റെ കാറും പണയം വെച്ചുവെന്നും അഫാന്റെ മൊഴി. അജീഷ് ജയകുമാറാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അജീഷ്, വല്ലാതെ ഹൃദയവേദനയോടുകൂടിയാണ് ഈ റിപ്പോർട്ട് വായിക്കുന്നത്. പറയൂ. ഇന്നലെയാണ് ഈ അഫാന്റെ ഉമ്മയോട് ഈ കുടുംബാംഗങ്ങൾ ഈ വിവരം പറഞ്ഞത്. അഫാന്റെ പിതാവ് നാട്ടിലെത്തിയ ശേഷം എല്ലാ ദിവസവും ഗോകുലം മെഡിക്കൽ കോളേജിൽ ICUവിലുള്ള ഉമ്മ ഷെമിയെ കാണാറുണ്ടായിരുന്നു. ഇന്നലെ സ്വാഭാവികമായിട്ടും ചെന്നപ്പോഴും മക്കൾ എവിടെയെന്ന് ഷെമി അന്വേഷിച്ചു. ഇപ്പോൾ ഡോക്ടർമാരുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ കുടുംബത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഓരോന്നായി പറയണമെന്ന് അഫാന്റെ പിതാവ് തീരുമാനിച്ചത്. അങ്ങനെ മക്കൾ രണ്ടുപേരും അപകടത്തിൽ പരിക്കേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലെന്നാണ് ഉമ്മയോട് പറഞ്ഞത്. അപ്പോൾ ഉമ്മ തിരിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, മെഡിക്കൽ കോളേജിൽ നിന്ന് അവരെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റൂ എന്നൊക്കെ പിതാവിനോട് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഈ ഇളയ മകൻ മരിച്ച വിവരം, അപകടത്തിൽ മരിച്ച വിവരം ഉമ്മയെ അറിയിച്ചത്. ഡോക്ടർമാരുടെ നിർദ്ദേശം ഇങ്ങനെയായിരുന്നു, ഈ ICUവിൽ നിന്ന് ഉമ്മയെ വാർഡിലേക്ക് മാറ്റുമ്പോൾ ഈ കുടുംബത്തിലുണ്ടായ ഈ ദാരുണമായ കൊലപാതകങ്ങൾ പെട്ടെന്ന് അറിയിച്ചാൽ ഒരുപക്ഷെ അവർക്ക് പിന്നീട് മറ്റെന്തെങ്കിലും പ്രശ്നം അതിന് ശേഷം ഉണ്ടാകും. അതുകൊണ്ട് ഈ ICUവിൽ കിടക്കുമ്പോൾ തന്നെ ഈ കുടുംബത്തിലുണ്ടായ അപകടങ്ങൾ അല്ലെങ്കിൽ ആ ദാരുണമായ കൊലപാതകങ്ങൾ കുറച്ച് മെല്ലെ അറിയിക്കുക. അത് ആ ഷോക്കിൽ നിന്ന് അതിജീവിക്കാൻ അവരെ പ്രാപ്തരാക്കുക. അതുകൊണ്ടാണ് മെല്ലെ ഓരോന്നായി ഈ ഉമ്മയെ അറിയിക്കുന്നത്. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കുടുംബം ചെയ്തത്. അങ്ങനെയാണ് ഇന്നലെ ഈ വിവരം പറഞ്ഞത്. മാത്രമല്ല, ഈ പ്രതിയെ ഇന്ന് നെടുമങ്ങാട് കോടതി 3 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിരുന്നു. പാങ്ങോട് പോലീസാണ് കസ്റ്റഡിയിൽ എടുത്തത്. പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച പ്രതിയെ വിശദമായിട്ട് പാങ്ങോട് പോലീസ് ചോദ്യം ചെയ്തു. പ്രധാനമായി പിതൃമാതാവിനെ കൊലപ്പെടുത്തിയ കേസിലാണ് പാങ്ങോട് പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത് കിട്ടിയതും. എന്തിനാണ് കൊലപ്പെടുത്തിയത് എന്ന് ചോദിച്ചപ്പോൾ ഈ കുഴിയിൽ കാലിൽ നീട്ടിയിരിക്കുന്ന കിളവി മാല ചോദിച്ചിട്ട് തന്നില്ല, അതുകൊണ്ടാണ് കൊലപ്പെടുത്തിയത് എന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇന്ന് തെളിവെടുപ്പ് ഉണ്ടാവില്ല, നാളെ ആയിരിക്കും തെളിവെടുപ്പ്. 2 സ്ഥലങ്ങളിലാണ് പ്രധാനമായും തെളിവെടുപ്പ് നടത്തുക. അത് ഈ പാങ്ങോടുള്ള ഈ സൽമാ ബീവി താമസിച്ചിരുന്ന വീട്ടിലും ഒപ്പം തന്നെ ഈ പ്രതി മാല, അതായത് ഈ കൊലപ്പെടുത്തിയതിന് ശേഷം ആഭരണങ്ങൾ കവർന്നെടുത്തിരുന്നു സൽമാ ബീവിയുടെ ദേഹത്തുണ്ടായിരുന്ന. ഇത് വെഞ്ഞാറമൂടുള്ള ഒരു ഫിനാൻസ് സ്ഥാപനത്തിൽ കൊണ്ട് പണയം വെച്ചാണ് 75,000 രൂപ പ്രതി വാങ്ങിയത്. ഈ ഫിനാൻസ് സ്ഥാപനത്തിലും ഈ വീട്ടിലും പ്രതിയെ നാളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. കൂടാതെ ഈ അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം കഴിഞ്ഞ ദിവസം പോലീസിനോട് വിവരം പങ്കുവച്ചിരുന്നു. ആ വിവരം ഇങ്ങനെയായിരുന്നു, തനിക്ക് തൻ്റെ പേരിൽ ഒരു കാർ ഉണ്ടായിരുന്നു, വീട്ടിലുണ്ടായിരുന്നു. താൻ ഗൾഫിൽ പോകുമ്പോഴൊക്കെ ആ കാർ വീട്ടിലുണ്ടായിരുന്നു. ഒരു ഫോക്സ്വാഗൻ കാറാണ്. ആ കാറ് നാട്ടിൽ എത്തുമ്പോൾ ആ കാർ ഇവിടെ ഇല്ല, അത് മറ്റാർക്കോ പണയം വെച്ചിട്ടുണ്ടാകാമെന്നാണ് അഫാന്റെ പിതാവ് പോലീസിന് നൽകിയ വിവരം. ശരി, അജീഷ് ജയകുമാറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഞാറമ്മൂട്, അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, ആ മകൻ മരിച്ചു എന്നുള്ള വിവരം അറിയുമ്പോൾ അമ്മയുടെ ഒരു അവസ്ഥ വല്ലാത്തൊരവസ്ഥ തന്നെയല്ലേ, ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അറിഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ.